കൃത്യമായ ജാഗ്രത തുടരുന്നുണ്ട്. പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ നമ്മളപ്പോൾ ഉണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഇത് കണ്ടത്? ഇല്ല, ഞാനിപ്പോൾ നേരെ അറിഞ്ഞുള്ളൂ. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഇവിടെ എത്തിയെന്നുള്ളതാണ് നമുക്ക് രാത്രി അറിഞ്ഞത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. ഇപ്പോൾ നേരമ്പളത്ത് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നിങ്ങളുടെ ആശങ്കയുണ്ടോ? അഞ്ച് കുടുംബങ്ങളെ മാറ്റിയെന്ന് പറയുന്നു. 5 കുടുംബങ്ങളെ ഇവിടെ മാറ്റി എന്ന് പറയുന്നുണ്ട്. ഇല്ല, എൻ്റെ റിപ്പോർട്ടൊന്നും അറിയില്ല. ആശങ്കയുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ആശങ്കയൊന്നുമില്ല. കാരണം അത് മാറ്റി എന്ന് പറയുന്നിട്ട് റിപ്പോർട്ട് ഞാൻ പറഞ്ഞോളൂ, എന്തും അറിയില്ല. എന്തായാലും അങ്ങനെയുള്ള ആശങ്കയൊന്നും നമുക്കില്ല. ഇതെന്താ പറഞ്ഞാൽ എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും നമ്മൾ അറിഞ്ഞപ്പോഴേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ അറിയിക്കും. അത്രേ ഉള്ളൂ. അല്ല, നമ്മളത് വിജിലൻ്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഇത് ഓരോ കണ്ടെയ്നറും ഞങ്ങളുടെ മത്സ്യബന്ധനത്തിനെ ബാധിക്കും. ഇത് ഓരോ സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മത്സ്യബന്ധനം അതൊരു ഉടക്കായിട്ട് തന്നെ മാറും. ഞങ്ങൾക്ക് ആ പ്രദേശത്ത് പിന്നെ മത്സ്യബന്ധനം നടത്താൻ പറ്റത്തില്ല. അപ്പോൾ അതങ്ങനൊരു ബുദ്ധിമുട്ട് നമുക്ക് പറയാം. അത് ഇവിടുന്ന് മാറ്റണം അതല്ലേ പറയുന്നത്? ഇത് കരയ്ക്കടിയുന്നതല്ല, കടലിൽ കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ അത് 600-700 ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 700 സ്ഥലത്ത് ഉടക്കായി മാറി ഈ താപ്പോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതിലൊന്നേ നമുക്കിപ്പോൾ കരയ്ക്ക് എത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കടലിൽ തന്നെ ഉണ്ട്. അതെല്ലാം കരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആശങ്ക മാറും. കാരണം അത് കടലിൽ കിടക്കുന്നിടത്തോളം കാലം ആ ഏരിയയിൽ നമുക്ക് മത്സ്യബന്ധനം നടത്താൻ പറ്റത്തില്ല. അത് ഈ പ്രദേശവാസികളുടെ ഒരു ആശങ്കയാണ്. കാര്യം ഇത് കടലിൽ കിടന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഈ പ്രദേശത്ത്, അതായത് ചെറിയഴിക്കൽ ഭാഗത്ത്, ചെറിയഴിക്കൽ ക്ഷേത്രത്തോട് ചേർന്നിട്ടാണ്, ഒരു തീരത്തോട് ചേർന്നിട്ടാണ് ഈ കണ്ടെയ്നർ വന്ന് അടിഞ്ഞത്. ഇപ്പോൾ ഒട്ടേറെ നാട്ടുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പറയുന്ന അവരുടെ ആശങ്കയാണ്. കാര്യം അത് അടിയന്തരമായി അവിടെ നിന്ന് മാറ്റാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ജനങ്ങൾക്ക് തന്നെ പറയുന്നത്. ഇന്നലെ രാത്രി 12 മണി 11:30 ശേഷമാണ് ഈ വലിയ കണ്ടെയ്നർ ഈ പ്രദേശത്തേക്ക് അടിഞ്ഞത്. ജനങ്ങൾ വലിയ ശബ്ദം കേട്ടതോടുകൂടിയാണ് കാര്യങ്ങൾ വന്ന് തിരക്കുകയും അതിനുശേഷം പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് കളക്ടർ അടക്കമുള്ള ആൾക്കാർ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഇത് മാറ്റാനുള്ള നടപടി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. എന്തായാലും ജനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. കാര്യം ഈ പ്രദേശത്തേക്ക് ഒന്നുകിൽ തോട്ടപ്പള്ളി ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഈ കൊല്ലത്തിൻ്റെ തീരഭാഗത്തേക്ക് ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒട്ടേറെ ജനങ്ങളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നത്. കണ്ണൻ ഈ പറഞ്ഞ പോലെ ഒപ്പം തന്നെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആൾക്കാരുണ്ട്. എന്താ സാർ ഒരു നടപടി ഏതാണ്? ഇത് രാത്രി 10:30 വന്നതാണ്. ഇത് അടി ഒളിച്ച് ഇവിടെ തന്നെ അടുത്തു. നമുക്ക് കമ്മീഷണർക്ക് വിവരം ലഭിച്ചതനുസരിച്ച് ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിയായിരുന്നു. ഞാനിവിടെ വന്നു. പെട്ടെന്ന് ഇതിനോടൊപ്പം CA ഉണ്ടായിരുന്നു. CAയും മറ്റേ കമ്മീഷണർ അല്ലാതെ ACP മാഡം ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടർ വന്നു. മറ്റ് ഫയർഫോഴ്സ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ളവരെല്ലാം വന്നായിരുന്നു. ജനങ്ങളെ മാറ്റേണ്ട ഒരു സാഹചര്യം അന്നേരം തോന്നി ഇത് മാറ്റേണ്ട കാര്യം വന്നു. പുറമെല്ലാം അടഞ്ഞു കിടക്കുമായിരുന്നു. പെട്ടെന്ന് മാറ്റേണ്ട കാര്യം വന്നു. പക്ഷേ ഇത് പാറപ്പുറത്ത് കയറി ഉടനെ പുറവശം തുറന്നു കിടക്കുന്നതായതുകൊണ്ട് ഇതിനകത്ത് MD ആണെന്നുള്ളത് മനസ്സിലായി. ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനകത്ത് സാധനങ്ങളൊന്നുമില്ല. അതിൻ്റെ മുൻവശം എല്ലാം പൊട്ടിയിരിക്കുകയാണ്. പുറവശം ഡോറെല്ലാം തുറന്നു കിടപ്പുണ്ടായിരുന്നു. അതിനകത്ത് കാലിയായിട്ട് ആശങ്ക പറഞ്ഞത് ഇവിടുന്ന് മാറ്റണമെന്ന് പറയുന്നത് ഇത് ഇനിയും മേലോട്ട് അടിച്ച് അടുത്ത വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ഇത് മേളി വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് മാറ്റണമെന്ന്. അപ്പോൾ അത് ഉടനെ തന്നെ മാറ്റും. ഇന്ന് തന്നെ ഇത് ഇവിടുന്ന് മാറ്റും. ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇത് അടിയന്തരമായി മാറ്റാൻ വേണ്ടിയുള്ള ഒരു നടപടിയുണ്ട്. കാര്യം ശക്തമായ കടലേറ്റമുണ്ട്. കാര്യം ഒരു കാലാവസ്ഥ മോശമാണ്. അത് തന്നെ കാലാവസ്ഥ മോശമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ കടലേറ്റമുണ്ട്. ഇത് അടിയന്തരമായി ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൊല്ലത്തിൻ്റെ തീരത്ത് ഏതാണ്ട് 34 കിലോമീറ്റർ തീരമേഖലയുണ്ട്. അതായത് നീണ്ടാല മുതൽ ഈ പറയുന്ന കായംകുളം ഹാർബർ വരെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ മറ്റ് എന്തെങ്കിലും സാമഗ്രികൾ എത്താൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടി നടത്തുകയാണ്. ഇപ്പോൾ ജനങ്ങൾ, പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ എത്തി സംഭവിച്ചു. ഓക്കെ, ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ തീരത്തടിഞ്ഞ ദൃശ്യങ്ങളാണ്. കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ തീരത്താണ് ഈ കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നത്. അത് പരിശോധിച്ചപ്പോൾ അത് കാലിയായ നിലയിലാണ്, ഒഴിഞ്ഞ നിലയിലാണ്. അതിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് അറിയില്ല. പക്ഷേ വിദഗ്ധ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ച പോലെ ഇന്നലെ രാത്രി 10:30 ഈ കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മാരകമായ
മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ്. ഇന്നലെ തന്നെ ഇന്ധന ചോർച്ച ഉൾപ്പെടെ ഈ കടലിൽ പടരുന്ന സാഹചര്യം, എണ്ണ പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. ഇപ്പോൾ ഈ കണ്ടെയ്നർ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിൽ അവിടെ പ്രദേശവാസികളുടെ പ്രതികരണം കൂടി നമ്മൾ കേട്ടു. വലിയൊരു ആശങ്കയുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് തീരത്ത് നിന്ന് മാറ്റുക എന്നുള്ളൊരു ദൗത്യമാണ് മുന്നിലുള്ളത്. പക്ഷേ ഈ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ പല തീരദേശങ്ങളിലേക്ക് ഉൾപ്പെടെ വരുന്നത് വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ മലിനീകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അങ്ങനെ വലിയ ഒരു ദൗത്യം തന്നെയാണ് മുന്നിലുള്ളത് എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ ഈ കണ്ടെയ്നർ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഒഴിഞ്ഞ നിലയിലായിരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കുമ്പോൾ അതിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇതുവരെ കണ്ടെത്താനോ മറ്റ് വിവരങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. ഒഴിഞ്ഞ നിലയിലുള്ള കണ്ടെയ്നറാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വിദഗ്ധ സംഘം അവിടെ എത്തി പരിശോധന തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.